നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി. SFIയുടെ കലാലയ സംരക്ഷണ ശൃംഖലയുടെ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂർ കോളേജിൽ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ വി ശിവദാസൻ നിർവഹിച്ചു. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി എരിപുരത്തെ ഓവുചാൽ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചത് യാത്രക്കാർക്ക് അപകടക്കിണിയാവുന്നു. ലക്ഷങ്ങളുടെ ആസ്തിയുള്ള വയോധിക ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട് മരണത്തോട് മല്ലടിക്കുന്നു. ചെറുതാഴം പഞ്ചായത്ത് വികസന സെമിനാർ പിലാത്തറയിൽ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വോട്ടിംഗ് സമയം 1 മണിക്കൂർ കുറച്ച് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി. സംസ്ഥാനത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് പുതുക്കിയ വോട്ടിംഗ് സമയം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ബുധനാഴ്ച ആരംഭിച്ചു. ഒക്ടോബർ 14 പെട്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 17 തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി നവംബർ 17 മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘനം പരിശോധിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അംഗീകൃത രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിക്കുവാനും കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് PVC ഫ്ലക്സ് ഒഴിവാക്കണമെന്നും പകരം അതേ ഗുണമേന്മയിലും വിലയിലും ലഭിക്കുന്ന റീസൈക്കിൾ ചെയ്യാവുന്ന പോളിയെത്തലിൻ, തുണി, പേപ്പർ തുടങ്ങിയ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് പ്രചരണം നടത്താനും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. വികസനത്തോടൊപ്പം CPMന്റെ ശക്തി പ്രകടനത്തിനു കൂടിയാകും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാറുക. CPMന്റെ കോട്ടയായ പയ്യന്നൂർ ബ്ലോക്ക് നിലനിർത്താൻ CPM ശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നൽകാനാണ് UDFന്റെ ശ്രമം. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തവണയും ശക്തമായ ഭൂരിപക്ഷത്തോടെ നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ് LDF. രൂപീകൃതമായ കാലം മുതൽ LDFന്റെ കോട്ടയായ പയ്യന്നൂർ ബ്ലോക്ക് ഇത്തവണയും UDFന് ബാലികേറാമലയാകും. നിലവിൽ 13 അംഗ ഭരണസമിതിയിൽ 2 ഡിവിഷനുകൾ മാത്രമാണ് UDFനുള്ളത്. CPM 10, CPI 1 എന്നിങ്ങനെയാണ് ഭരണകക്ഷി കക്ഷിനില. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ചെറുപുഴ പഞ്ചായത്ത് മാത്രമാണ് UDFന്റെ കയ്യിലുള്ളത്. മറ്റ് പഞ്ചായത്തുകളായ പെരിങ്ങോം വയക്കര, കരിവള്ളൂർ പെരളം, കാങ്കോൽ ആലപ്പടമ്പ, എരമം കുറ്റൂർ, കുഞ്ഞിമംഗലം, രാമന്തളി പഞ്ചായത്തുകൾ CPMന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. കുഞ്ഞിമംഗലം, കാങ്കോൽ ആലപ്പടമ്പ, കരിവള്ളൂർ പെരളം എന്നീ പഞ്ചായത്തുകളിൽ CPMന് സമ്പൂർണ്ണ ആധിപത്യമാണുള്ളത്. കരിവള്ളൂർ, പെരളം, ചൂരൽ, പാടിയോട്ടുചാൽ, പുളിങ്ങോം, പ്രാപ്പൊയിൽ, പെരുന്തട്ട, വെള്ളോറ, മാതമംഗലം, കാങ്കോൽ, കുഞ്ഞിമംഗലം, കുന്നരു, രാമന്തളി ഡിവിഷനുകളാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ളത്. കഴിഞ്ഞ തവണ പുളിങ്ങോം, പ്രാപ്പൊയിൽ ഡിവിഷനുകളാണ് കോൺഗ്രസിനൊപ്പം നിന്നത്. ഇതാകട്ടെ ചെറുപുഴ പഞ്ചായത്തിലും. ഇത്തവണയും ഇതിൽ മാറ്റം വരാനുള്ള സാധ്യത വിരളമാണ്. PV ഗൗരി പ്രസിഡന്റും MP ഗോവിന്ദൻ വൈസ് പ്രസിഡന്റുമായ ഭരണസമിതിയാണ് കഴിഞ്ഞ 5 വർഷം ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചത്. ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം ജനറലായതിനാൽ CPMന്റെ പ്രമുഖ നേതാവ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിപ്പെടാനാണ് സാധ്യത. 2001 സെൻസസ് പ്രകാരം 1,60,741 ബ്ലോക്ക് പരിധിയിലെ ജനസംഖ്യ. 12,364 ഡിവിഷനുകളിലെ ശരാശരി ജനസംഖ്യാനുപാതം. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കൽ തുടരുന്നതിനാൽ വോട്ടർമാരുടെ എണ്ണം കൃത്യമായി ലഭിക്കുന്നത് ഇനിയും വൈകും. വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തന്നെയായിരിക്കും ഇത്തവണയും LDF തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഉൽപാദന, പശ്ചാത്തല, സേവന മേഖലയിൽ കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ, ഇന്ദിരാ ആവാസ് യോജന, മലയോര വികസന ഏജൻസി, സുസ്ഥിര വികസന പദ്ധതി എന്നിവയെല്ലാം LDF മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകൃതമായ കാലം മുതൽ അധികാരത്തിലിരുന്നിട്ടും പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെക്കാൻ LDFന് കഴിഞ്ഞില്ലെന്നാണ് UDFന്റെ കുറ്റപ്പെടുത്തൽ. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ CPMന് ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും UDF മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
എന്തായാലും ബ്ലോക്ക് പഞ്ചായത്ത് CPM-നെ സംബന്ധിച്ച് ഭൂരിപക്ഷം നിലനിർത്താനുള്ള പോരാട്ടവും UDF-ന് നില മെച്ചപ്പെടുത്താനുള്ള അവസരവുമാകും. വിവാദങ്ങൾക്ക് ഇടം നൽകാതെ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ UDF-ൽ സീറ്റ് വിഭജനമായി. പതിറ്റാണ്ടുകളായി UDF-ന്റെ ശക്തി കേന്ദ്രം കൂടിയാണ് ഈ പഞ്ചായത്ത്. ആകെയുള്ള 21 വാർഡുകളിൽ 10 മുസ്ലിം ലീഗും 7 കോൺഗ്രസും ജനതാദൾ യുണൈറ്റഡ് 4 സീറ്റിലും മത്സരിക്കും. കഴിഞ്ഞ തവണ ഓരോ പാർട്ടികളും മത്സരിച്ച സീറ്റുകളുടെ എണ്ണത്തിനനുസരിച്ച് സീറ്റുകൾ പങ്കുവയ്ക്കാൻ തീരുമാനിച്ചതാണ് തർക്കങ്ങൾ ഒഴിവാക്കിയത്. നിലവിൽ കോൺഗ്രസിന്റെ കൈവശമുള്ള തെക്കേ വളപ്പ് വാർഡ് മുസ്ലിം ലീഗിന് കൈമാറും. പകരം വയലോടി വാർഡ് കോൺഗ്രസിന് നൽകും. ആയിറ്റി, വെള്ളാപ്പ്, മെട്ടമൽ, കൈക്കോട്ടുകടവ്, പൂവളപ്പ്, ഉടുമ്പന്തല, ബിരീച്ചേരി, വടക്കേക്കോവൽ, വള്ളുവക്കാട് എന്നിവയാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മറ്റു വാർഡുകൾ. പേക്കടം, തങ്കയം, ഉളിയം, ഒളവറ, തലിച്ചാലം, ഈയക്കാട് എന്നീ വാർഡുകളിലാണ് വയലോടിക്കൊപ്പം കോൺഗ്രസ് മത്സരിക്കുക. കൊയോങ്കര, എടാട്ടുമൽ, കക്കുന്നം, വൈക്കത്ത് സീറ്റുകളിൽ ജനതാദൾ യുണൈറ്റഡിന്റെ പോരാട്ടം നടക്കും. DCC വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ, മണ്ഡലം പ്രസിഡന്റ് C രവി, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി VK ബാവ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, ജനതാദൾ U പഞ്ചായത്ത് പ്രസിഡന്റ് TV ബാലകൃഷ്ണൻ, സെക്രട്ടറി K ശ്രീധരൻ തുടങ്ങിയവർ സീറ്റ് വിഭജന ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. പതിറ്റാണ്ടുകളായി UDF സർക്കാരിന്റെ ശക്തി കേന്ദ്രമാണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത്. നിലവിൽ 16 സീറ്റുകളിലാണ് UDF ഭരണം നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മറ്റ് വാർത്തകളിലേക്ക്. ലക്ഷങ്ങളുടെ ആസ്തിയുള്ള വൃദ്ധ ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. മാട്ടൂൽ പുലിപ്പിലെ BP ശ്രീദേവി എന്ന ചോയ്യമ്മയാണ് ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട് മരണത്തോട് മല്ലടിക്കുന്നത്. നാടെങ്ങും വയോജനദിനം കൊട്ടുഘോഷിച്ച് നടത്തിയിട്ട 2 നാൾ മാത്രമേ ആയുള്ളൂ. ആഘോഷങ്ങൾക്കിടയിൽ കാണാതെ പോയ ഒരു യാഥാർത്ഥ്യമാണ് മാട്ടൂലിലെ ശ്രീദേവി അമ്മയുടെ ദുരിത ജീവിതം. പണവും സമ്പാദ്യവും ഉണ്ടായിട്ടും ഉറ്റവരാൽ ഉപേക്ഷിച്ച് നരകയാതന അനുഭവിക്കുകയാണ് ഈ അമ്മ. മാട്ടൂലിലെ ക്വാർട്ടേഴ്സിലെ ഏണിക്കൂടിൽ ചോർന്നലിക്കുന്ന നിലത്താണ് താമസം. അവശയായി നിലത്ത് ഉറമ്പരിച്ച നിലയിൽ കിടക്കുന്ന ഇവരുടെ കാഴ്ച ഏറെ ദയനീയമാണ്. 2 ആഴ്ച മുൻപ് വീണ് പരിക്കേറ്റതിനാൽ മലമൂത്ര വിസർജനം നടത്തുന്നത് കിടന്ന കിടപ്പിൽ തന്നെ. കോടികൾ വിലമതിക്കുന്ന സ്വത്തിന് ഉടമയാണ് ഈ അമ്മ. അകന്ന ബന്ധുക്കൾ പോലും ഏതാനും മാസങ്ങൾക്ക് മുൻപ് 12 ലക്ഷത്തോളം രൂപ ഇവരുടെ പേരിൽ ബാങ്കിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട്. സ്വത്തുക്കൾ വിൽപ്പന നടത്താനും ചിലർ ശ്രമം നടത്തി. എന്നാൽ പണം പറ്റുന്ന ആരും ഇവരെ നോക്കാനില്ലെന്നതിൻ്റെ തെളിവാണ് ഈ അമ്മ അവശയായി നിലത്ത് കിടക്കുന്ന കാഴ്ച. സാന്ത്വന സേവനത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന സന്നദ്ധ പ്രവർത്തകരും ഈ കാഴ്ച കണ്ടില്ല. നിരവധി പേർ ഈ അമ്മയിൽ നിന്നും പണം പറ്റിയിട്ടുണ്ട്. എന്നാൽ അവരാരും ഇവരുടെ ദുരിത ജീവിതത്തിൽ സഹായമായി എത്തിയില്ല. ശയ്യാവലംബിയായ ഈ അമ്മയ്ക്ക് സഹായഹസ്തവുമായി ആരെങ്കിലും എത്തുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. SFIയുടെ കലാലയ സംരക്ഷണ ശൃംഖലയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂർ കോളേജിൽ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ V ശിവദാസൻ നിർവഹിച്ചു. വർഗീയതയ്ക്കും ലഹരിക്കുമെതിരെ, ഗ്യാങ്ങിസത്തിനെതിരെ, അരാജകത്വത്തിനെതിരെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കലാലയ സംരക്ഷണ ശൃംഖല സംഘടിപ്പിക്കുന്നത്. ശൃംഖലയുടെ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂർ കോളേജിൽ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ V ശിവദാസൻ നിർവഹിച്ചു. ഞാൻ പറയുകയുണ്ടായി, നിങ്ങളുടെ പോരാട്ടത്തിനോ ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും. ഞാൻ ദീപ ടീച്ചറോട് പറയുകയുണ്ടായി, പ്രിയപ്പെട്ട ടീച്ചർ, നമുക്ക് തമ്മിൽ ബന്ധങ്ങളോ ഒന്നും തന്നെയില്ല. സംഘടനാപരമായി നിങ്ങൾ എങ്ങനെയാണോ ഞങ്ങളോട് ഐക്യപ്പെടുന്നതിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങളെല്ലാം മനസ്സുകൊണ്ടോ നിങ്ങളെ പിന്തുണയ്ക്കുകയാണോ? കാരണം നിങ്ങളെപ്പോലുള്ളവർ പൊതുസമൂഹത്തിൽ ഇടപെട്ടോ അഭിപ്രായം രേഖപ്പെടുത്തുക കാണുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ ചരിത്രഘട്ടത്തിൽ നിങ്ങളെടുക്കുന്ന നിലപാടുകൾ കൊണ്ട് നിങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നു. ശരത് കെ ശശി അധ്യക്ഷനായി. SFI ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ മുഖ്യപ്രഭാഷണം നടത്തി. CV രഹ്നേഷ്, മനുരാജ് കെ, ബിബിൻ B, നിതിൻ TV എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂരിലെ ചുമട്ടുതൊഴിലാളിയെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നാരോപിച്ച് ചുമട്ടുതൊഴിലാളികൾ പണിമുടക്കി. പണിമുടക്കിന്റെ ഭാഗമായി തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. പയ്യന്നൂരിലെ ചുമട്ടുതൊഴിലാളി പ്രസാദിനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി കഴിഞ്ഞ ദിവസം ജോലിസ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് തൊഴിലാളികൾ ബുധനാഴ്ച പണിമുടക്കിയത്. പണിമുടക്കിന്റെ ഭാഗമായി ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. പെരുമ്പയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റിയ ശേഷം PV കുഞ്ഞപ്പന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി.
സ്റ്റേഷനിലേക്ക് എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് നേരിയ തോതിൽ വാക്കേറ്റത്തിനിടയാക്കി. തുടർന്ന് പ്രവർത്തകർ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. നേതാക്കൾ പോലീസ് അധികാരികളുമായി ചർച്ച നടത്തി പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് പ്രവർത്തകർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും സംഘടിപ്പിച്ചു. ഇന്നലെ പയ്യന്നൂർ പെരുമ്പയിൽ ചുമട്ടുതൊഴിലാളികളുടെ പ്രവർത്തകനായിട്ടുള്ള പ്രസന്നനെ പോലീസുകാരിൽ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് നടത്തിയത്. 2 വണ്ടി പോലീസുകാർ വന്നിട്ടാണ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഒരു കേസിലെ പ്രതിയാണ് എന്നതുകൊണ്ട് തൊഴിൽ ചെയ്യുന്ന അവസരത്തിൽ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്കൊരു കാരണവശാലും അനുകൂലിക്കാൻ കഴിയില്ല, യോജിക്കാൻ കഴിയില്ല. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള RSSകാരുടെ മേലെ ഒരു നടപടിയും സ്വീകരിക്കാത്ത പോലീസാണ് പയ്യന്നൂരിലെ പോലീസ്. CI2വിൻ്റെ തൊഴിലാളികൾ അവർ ജോലി ചെയ്യുന്ന അവസരത്തിൽ ഇതുപോലുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിശക്തമായ നിലയിൽ ആ സ്ഥലത്ത് വെച്ച് തന്നെ ഞങ്ങൾ പ്രതികരിക്കും എന്ന് പോലീസുകാരോട് ഈ അവസരത്തിൽ ഞങ്ങൾ പറയാം. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി എരിപുരത്തെ ഓവുചാൽ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. ഓവുചാലിലെ കുഴിയിൽ വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും പതിവാകുന്നു. എരിപുരത്ത് പാതിവഴിയിൽ നിലച്ച ഓവുചാലിന്റെ കുഴികളാണ് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. മാടായി ബോയ്സ്, മാടായി LP ഗേൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലേക്കും മാടായിക്കാവിലേക്കും യാത്രക്കാർ പോകുന്ന വഴിയിലാണ് ഈ അപകടക്കുഴി സ്ഥിതി ചെയ്യുന്നത്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നുണ്ട്. അപകടങ്ങൾ പതിവായിട്ടും നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകാത്ത KSTP അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ ഉപജില്ലാ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കേളോത്ത് സെൻട്രൽ UP സ്കൂളിൽ സംസ്കൃത ദിനാഘോഷവും സംസ്കൃത പ്രദർശനിയും നടന്നു. ഡോക്ടർ K. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കേളോത്ത് സെൻട്രൽ UP സ്കൂളിൽ പയ്യന്നൂർ ഉപജില്ലാ സംസ്കൃത കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംസ്കൃത ദിനാഘോഷവും സംസ്കൃത പ്രദർശനിയും നടന്നു. ദിനാഘോഷം കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ ഡോക്ടർ K. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ശത്രുവായി കണക്കാക്കുന്നവരെ കൂടി വ്യക്തമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ നടത്തേണ്ടത്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ സംസ്കൃത ദിനം ആചരിക്കുന്നത്. ഇതൊരു ആചരണം മാത്രമല്ല, ഒരുപാട് ആചരണങ്ങൾ, ബാഹ്യമായ ആചരണങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. അതിനപ്പുറം ഇത് മനസ്സിനകത്തേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതിനെ സമ്പുഷ്ടമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ അധ്യാപകരെ. പയ്യന്നൂർ AEO VM രാജീവൻ അധ്യക്ഷത വഹിച്ചു. P. ഗോവിന്ദൻ, ഹരിപ്രസാദ് VV, R. ഗംഗാധരൻ മാസ്റ്റർ, PC രാധാകൃഷ്ണൻ, മധു M, T. മുരളീകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കലാരഞ്ജിനി, കുട്ടികളുടെ വിവിധ പരിപാടികളും അരങ്ങേറി. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ SSA BRC ചെറുവത്തൂരിന്റെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ PTA ഭാരവാഹികൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ഒപ്പം നടക്കാം എന്ന പേരുള്ള ഏകദിന ശില്പശാല ചെറുവത്തൂർ BPO M. മഹേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് SMC, PTA, മദർ PTA അംഗങ്ങൾക്ക് ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ശാക്തീകരണ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ക്ലാസുകൾക്ക് ട്രെയിനർമാരായ രഞ്ജിത്ത്, പ്രസിദ്ധ എന്നിവർ നേതൃത്വം നൽകി. ഉദ്ഘാടന യോഗത്തിൽ പ്രധാനാധ്യാപകൻ MP രാഘവൻ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് VM ബാബുരാജ് സ്വാഗതവും BRC ട്രെയിനർ രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 60ഓളം പ്രതിനിധികൾ പരിശീലന പരിപാടിയിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം പഞ്ചായത്ത് വികസന സെമിനാർ പിലാത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വളരെ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കാർഷിക രംഗത്ത് ഇവിടെ പരാമർശിച്ചതുപോലെ കേരളത്തിൽ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു റൈസ് മിൽ ആരംഭിച്ചത് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലാണ്. വികസന സെമിനാറിൽ മാടക്ക കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. CM വേണുഗോപാലൻ, M. ശ്രീധരൻ, IV ശിവരാമൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പുതിയ നെല്ലിനം ജൈവയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ അബ്ദുൽ കരീം നിർവഹിച്ചു. സാധാരണ നെൽപ്പാടങ്ങളിൽ ജൈവ നെൽകൃഷിക്കായുള്ള കാർഷിക സർവകലാശാലയുടെ ആദ്യത്തെ ജൈവ നെല്ലിനമാണ് ജൈവ. ഇതിന്റെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് നടന്നത്.
ജൈവ പോഷണത്തിൽ കീടരോഗ പ്രതിരോധ ശേഷി, കൊയ്ത്ത് പാകമായാലും ചെടിയും ഇലകളും പച്ചയായിരിക്കുക, പ്രതികൂല കാലാവസ്ഥയെ ഒരു പരിധിവരെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് എന്നിങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകതകളെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ അബ്ദുൽ കരീം പറഞ്ഞു. എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അനുഭവം, നല്ലൊരു സന്തോഷാനുഭവം പകരുന്ന ഒരു സംഗതിയാണ്. കാരണം അവിടെ നമ്മളൊരു വിത്ത് പാകുകയാണ്. വിത്ത് പാകി കഴിഞ്ഞാൽ മാത്രം നമുക്ക് വിളവെടുക്കാൻ പറ്റില്ല. വിത്ത് പാകുന്നതിന് മുമ്പ് അത് ഏതൊന്നിനും ഇത് ബാധകമാണ്, ഏതൊരു കാര്യത്തിനും ബാധകമാണ്. ചടങ്ങിൽ PV അടിയോടി മാസ്റ്റർ അധ്യക്ഷനായി. സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഹരീന്ദ്രൻ TV, K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചാ ക്ലാസ് ഡോക്ടർ T വനജ നിയന്ത്രിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥി അരുൺജിത്തിനും അനുജത്തി അശ്വതിക്കും കുടുംബത്തിനും സ്വന്തമായി ഒരു വീടില്ല. പുതിയതായി വീട് പൂർത്തീകരിക്കാൻ ഉദാരമതികളുടെ സഹായം തേടുകയാണ് ഈ നിർധന കുടുംബം. ഇത് അരുൺജിത്ത്, കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥി. അരുൺജിത്തിന് കിടന്നുറങ്ങാൻ ഒരു വീട് എന്ന സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായി. 1ാം തരത്തിൽ പഠിക്കുമ്പോൾ അച്ഛൻ ഉപേക്ഷിച്ചു പോയ അരുൺജിത്തിന് അച്ഛൻ ഒരു വിദൂര ഓർമ്മ മാത്രമാണ്. 7ാം തരത്തിൽ പഠിക്കുന്ന അശ്വതി എന്ന അനുജത്തിയും അരുണും ഇപ്പോൾ ബന്ധുവീട്ടിലാണ് കഴിയുന്നത്. അമ്മ ലിഷ തൃക്കരിപ്പൂരിൽ ഹോസ്റ്റലിൽ പാചക ജോലി ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. നെല്ലിയാട്ട് ഹരിജൻ കോളനിയിൽ പഞ്ചായത്ത് നൽകിയ 10 സെന്റ് സ്ഥലത്ത് നിർമ്മിക്കുന്ന വീട് 2 മുറി ചുമരുകളിൽ ഒതുങ്ങി. വീട് പൂർത്തിയാക്കാനായി ഈ വിദ്യാർത്ഥി കൂലിപ്പണിക്ക് പോയപ്പോൾ 1 വർഷത്തെ പഠനവും നഷ്ടമായി. അധ്യാപകർ ഇടപെട്ട് വീണ്ടും സ്കൂളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എൻ്റെ കഴിവ് തിരിച്ചറിയുകയും അവനെ സ്കൂളിലേക്ക് വീണ്ടും കൊണ്ടുവരികയും ചെയ്തത്. അങ്ങനെ ജൂലൈ മാസത്തിലാണ് എൻ്റെ ക്ലാസ്സിലേക്ക് അരുൺജിത്ത് വന്നത്. ഇപ്പോൾ വരുമ്പോൾ വളരെ ഗ്ലൂമി ആയിട്ടായിരുന്നു. പിന്നെ മറ്റു കുട്ടികളോടൊന്നും അധികം മിങ്കിൾ ചെയ്യാത്തൊരു പ്രകൃതമായിരുന്നു. അപ്പം ഞങ്ങളുടെ കൗൺസിലിംഗ് ടീച്ചറുടെ സഹായ പ്രകാരം ടീച്ചർ നിരന്തരമായി അവനെ കൗൺസിലിംഗ് ചെയ്യുകയും അവനിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും ചെയ്തു. ഇപ്പോൾ എല്ലാ ദിവസവും അവൻ സ്കൂളിൽ വരുന്നുണ്ട്. പിന്നെ അവന് ഇങ്ങനെ ഗ്ലൂമി ആകാനുള്ള കാരണം ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് അവൻ്റെ വീട്ടിലെ സാഹചര്യമാണ്. വീടില്ല, വീട് ഇങ്ങനെ പകുതി നിർമ്മാണത്തിലിരിക്കുകയാണ്. അരുൺ മികച്ച കായിക താരവുമാണ്. പയ്യന്നൂർ സബ് ജില്ലാ ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച അരുണിനും കുടുംബത്തിനും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സ്വന്തമായൊരു വീട് എന്ന് പൂവണിയുമെന്ന് നിശ്ചയമില്ല. ഉദാരമതികളായ വ്യക്തികളുടെയും സംഘടനകളും തൻ്റെ വീട് പൂർത്തിയാക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അരുണും കൊച്ചനുജത്തിയും. നിങ്ങളുടെ സഹായങ്ങൾ അരുൺജിത്ത്, ഹരിജൻ കോളനി, നെല്ലിയാട്ട്, കോറോം എന്ന വിലാസത്തിൽ അയക്കുക. കണ്ണപുരം ദാറുലിമാൻ മുസ്ലിം LP സ്കൂൾ പ്രധാനാധ്യാപകൻ T മുരളീധരനെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കണ്ണപുരത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. KPSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് C വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ന്യായമായ തെളിവ് ഒരു വർഷം മുമ്പേ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, തെളിവില്ലാത്ത കുറെ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി ദീർഘകാലം അവധിയിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന അധ്യാപകന്റെ ലീവ് ക്യാൻസൽ ചെയ്യുന്നതിന് മാനേജ്മെന്റ് നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചതിന്റെ പേരിലാണ് മുരളി മാസ്റ്ററെ സസ്പെൻഡ് ചെയ്തത്. അധ്യാപകന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ വരുന്നാളുകളിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. കണ്ണപുരത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ കൂനത്തറ മോഹനൻ അധ്യക്ഷത വഹിച്ചു. UK ദിവാകരൻ, P ബൽറാം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കരിവള്ളൂർ ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കറി ഗ്രാമം പദ്ധതിയുടെ ആലോചനാ യോഗം ആണൂർ കിഴക്ക് നടന്നു. ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി കാന ഗോവിന്ദൻ വിശദീകരണം നടത്തി. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി ഗ്രാമം പദ്ധതിയുടെ ആലോചനാ യോഗങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. ജനങ്ങൾക്ക് സുരക്ഷിതമായ ഭക്ഷണമെന്ന ആവശ്യം നിറവേറ്റുന്നതിനായി ജൈവ പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് പദ്ധതി ലക്ഷ്യമെന്ന് കാന ഗോവിന്ദൻ പറഞ്ഞു. അത് കൂടുതൽ പറഞ്ഞില്ല. പുറത്താണെങ്കിൽ അന്തരീക്ഷ മലിനീകരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്ന അവസ്ഥയാണ്. നമുക്കറിയാം, ഇതിനിടയ്ക്ക്
പത്രത്തിലൊരു വാർത്ത വന്ന് കണ്ടിരുന്നത്. കർഷകർക്ക് പകുതി വിലയ്ക്ക് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യും. PV കുഞ്ഞിരാമൻ മാസ്റ്റർ, M അമ്പുകുഞ്ഞി, PP ഭരതൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ P കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണം കീഴറ വിജ്ഞാനഭൂഷണി ഗ്രന്ഥശാലയിൽ നടന്നു. ഡോക്ടർ MK നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. അരനൂറ്റാണ്ടിലേറെ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്ത് നിസ്വാർത്ഥ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളിൽ നിറഞ്ഞു നിന്നിരുന്ന കൃഷ്ണൻ മാസ്റ്റർ ഓർമ്മയായിട്ട് 1 വർഷം തികയുന്നു. അധ്യാപകൻ, നടൻ, സംവിധായകൻ, എഴുത്തുകാരൻ, മാന്ത്രികൻ തുടങ്ങിയ ബഹുമുഖ പ്രതിഭയായിരുന്നു P കൃഷ്ണൻ മാസ്റ്റർ. കീഴറ വിജ്ഞാനഭൂഷണി ഗ്രന്ഥശാല, ജ്വാല തിയേറ്റേഴ്സ് എന്നിവർ സംയുക്തമായിട്ടാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. TK ദിവാകരൻ അധ്യക്ഷനായി. ഡോക്ടർ MK നമ്പ്യാർ മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹ്യ ജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വലിയ പങ്ക് നാടകത്തിനുണ്ട് എന്ന വസ്തുതകളൊക്കെ അവരെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ സാധാരണഗതിയിൽ നമ്മൾ നടത്തുന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി നടത്തുന്ന ക്യാമ്പുകൾ. കണ്ണൂർ രത്നകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. P പവിത്രൻ, PO കൃഷ്ണൻ, രാധൻ കണ്ണപുരം, PV ദാമോദരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ടങ്ങാളി സുബ്രഹ്മണ്യ ഷെണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കണ്ടങ്ങാളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. NCC പയ്യന്നൂർ 32 ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ രാജീവൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ് കോൺസ്റ്റബിൾ ബാബു അക്കരക്കാരൻ ക്ലാസ് എടുത്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത് വളരെയധികം വാഹനങ്ങൾ വളരെയധികം പെരുകിക്കൊണ്ടിരിക്കുന്നു. റോഡിൻ്റെ സൗകര്യങ്ങളാണെങ്കിൽ വളരെ ഇടുങ്ങിയതാണ്, വളരെ ഇടുങ്ങിയതാണ്. കുറച്ച് മാത്രമേ ഉള്ളൂ, റോഡൊന്നും വികസിക്കുന്നുമില്ല. ഈ വാഹനങ്ങൾ കൂടുതലായി വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് റോഡിൻ്റെ വികാസമില്ല. ഹെഡ്മാസ്റ്റർ AV അജയകുമാർ അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത് G, മധു മാസ്റ്റർ, PT വൈസ് പ്രസിഡന്റ് നാരായണൻ, വത്സരാജൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പിലാത്തറ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ പാമ്പ് പ്രദർശനവും ക്ലാസും സംഘടിപ്പിച്ചു. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായാണ് പിലാത്തറ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പാമ്പ് പ്രദർശനവും ക്ലാസും സംഘടിപ്പിച്ചത്. ക്ലാസ് കുട്ടികൾക്ക് ഏറെ കൗതുകവും രസകരവുമായി മാറി. പ്രമുഖ പാമ്പ് പിടുത്തക്കാരൻ പവിത്രൻ അന്നൂക്കാരന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടന്നത്. ചടങ്ങിൽ നിജിഷ K സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പൽ C ചന്ദ്രൻ, വിജേഷ് ദേർമൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അന്നൂർ ആരോഗ്യ നികേതൻ യോഗ പ്രകൃതി ചികിത്സാ കേന്ദ്രം 12ാം വാർഷികവും പഞ്ചപോഷക രോഗ ശമന ക്യാമ്പും സമാപിച്ചു. ഓട്സ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കംപ്ലീറ്റ്ലി റിഫൈൻഡ് ആയ സാധനങ്ങൾ ആണ് കഴിക്കരുതെന്ന് പറയുന്നത്. ഇപ്പോൾ മൈദ പോലെയുള്ള റിഫൈൻഡ് ഫ്ലോർ കുഴപ്പമില്ലാന്നേ ഉള്ളൂ, നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ ഓരോ ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രശസ്ത മൗത്ത് പെയിന്റർ ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ഡോക്ടർ KV ഭാസു, സജീവൻ കാവുങ്കൽ, ഡോക്ടർ ഷിംജി P നായർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ഇനി കാണാം മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ, പയ്യന്നൂർ. സ്ത്രീകൾ കൂടുതലായി സമരമുഖത്തേക്ക് ഇറങ്ങുന്നു. നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. അവരുടെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരുടെയും വോട്ട് ബാങ്കല്ല, ഞങ്ങൾ ആരുടെയും സംഘടിത ശക്തിയുടെ ബലമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മൂന്നാറിലുൾപ്പെടെ നമ്മുടെ തൊട്ടടുത്ത ആറളം ഉൾപ്പെടെയുള്ള തൊഴിലാളി മേഖലയിൽ പുരുഷ മേധാവിത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ട്രേഡ് യൂണിയൻ നേതാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്ത്രീ തൊഴിലാളികൾ സമരരംഗത്തേക്ക് കടന്നു വരുന്നത്. ഇതൊരു മാറ്റത്തിൻ്റെ സൂചനയാണ്. 50% പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ സംവരണം ചെയ്തിട്ടും പല രാഷ്ട്രീയ പാർട്ടികളിലും തങ്ങളുടെ നേതൃനിരയിൽ സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള സംവരണം ഏർപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നത് തിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നതിൻ്റെ കൂടി സൂചനയാണ് ഈ സംഭവം. വലിയൊരു സംഘടനാ ശക്തിയായിട്ട് പൊതുരംഗത്തേക്ക് ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. മൂന്നാറിനകത്ത് തോട്ടമുടമകളുമായി ബന്ധപ്പെട്ടിട്ട് മിനിമം അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും പണിയിടങ്ങളിൽ അനുവദിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ റോഡ് ഉപരോധത്തിലേക്ക് പോലും
കടന്നു വന്നുകൊണ്ട് വീട്ടിനകത്തുള്ള ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കൂലി വേണം, ഞങ്ങൾ മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് പറഞ്ഞുകൊണ്ട് സമരത്തിനിറങ്ങുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരെ ആരെങ്കിലുമൊക്കെ പ്രകോപിപ്പിക്കുന്നത് കൊണ്ടാണ്. അടിച്ചമർത്തലുകൾ ഒരുപാട് സഹിച്ചിട്ട് ഇനിയും തോറ്റുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ പൊതുരംഗത്തേക്ക് സമരപരിപാടികളുമായിട്ട് കടന്നു വരുന്നത്. മിനിമം വേതനം മാത്രം ചോദിക്കുന്നില്ല, ഒരു 500 റുപ്യാണ് മാക്സിമം ചോദിക്കുന്നത്. അത് കൊടുക്കാൻ തയ്യാറല്ലാത്തത് ശരിയല്ല. കാരണം എല്ലാവർക്കും ജീവിക്കാൻ പൈസ വേണം. അതിനുവേണ്ടി ഉള്ള ഈ സമരത്തിൻ്റെ ധാർമ്മികമായ സമരമാണ്. ആ സമരം വിജയിപ്പിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. ഇത്തരം മഹത്തായ സമരം നടത്തി വിജയം നേടിയെന്നത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് എല്ലാ രംഗത്തും, ഇപ്പം തോട്ടം തൊഴിലാളി മേഖലയിൽ സ്ത്രീകളാണ് വന്നെങ്കിൽ നാളെ എല്ലാ മേഖലയും, ഇപ്പം നേരത്തെ തന്നെ നമ്മുടെ നഴ്സിംഗ് മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ വളരെ സജീവമായ മുന്നേറ്റം നടത്തിക്കൊണ്ടായിട്ടുണ്ട്. അതുപോലെ ടെക്സ്റ്റൈൽ മേഖലകൾ വരാൻ പോകുന്നുണ്ട്. ഇപ്പം ഇന്ന് എപ്പോഴും നിന്ന് മാത്രം ജോലി ചെയ്യുന്ന ഒരു വിഭാഗം എല്ലാവർക്കും ഇരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത സാഹചര്യത്തിൽ അതിനെതിരെ സമരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും കേരളത്തിൽ ഈ കക്ഷിരാഷ്ട്ര നേതൃത്വങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ കങ്കാണിമാരെയൊക്കെ നിലക്ക് നിർത്തുമാറുള്ള ഒരു സമര പാരമ്പര്യം ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നത് വളരെ കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ജോലി തീരെ ഇല്ലാതാക്കുന്ന മാതിരി സമരമായാലും അത് മോശമല്ലേ. അധികം ജോലിക്ക് മുതലാളിമാരിങ്ങനെ നിർത്തലാക്കിയാൽ പിന്നെ പോയില്ലേ. അത് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് സമരം ചെയ്യണം, അത്രയല്ല. ശരിക്കും സ്ത്രീകൾ മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു നിലയിലാണിപ്പോൾ പുരുഷന്മാർ കാണുന്നത്. അതായത് സ്ത്രീകൾ അടിമകൾ എന്നൊരു രീതിയിലാണ് കാണുന്നത്. അവർ ശരിക്കും മുന്നോട്ട് വന്ന് രാഷ്ട്രീയക്കാരില്ലാതെ മുന്നോട്ട് വന്ന് ഈ നടത്തുന്ന സമരം വളരെ നല്ല രീതിയിൽ ഞാൻ കണക്കാക്കി കാണുന്നു. തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ സ്ത്രീകൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്ത് സ്ത്രീകളാണ് സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായത്. അതിൽ കാരണം അവിടുത്തെ ഏറ്റവും ശോചനീയമായ അവസ്ഥയാണ്. അവരുടെ ജീവിതം അങ്ങേയറ്റം പ്രയാസമേറിയതാണ്. അവരുടെ താമസിക്കുന്ന ലയങ്ങളെല്ലാം മനുഷ്യർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത ഏറ്റവും മോശപ്പെട്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്രയധികം അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് യഥാർത്ഥമായിട്ട് നമ്മൾ മുന്നാറിൽ കണ്ടത്. KVDS My Sweet Home, മാത്തിൽ പയ്യന്നൂർ. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങി. SFIയുടെ കലാലയ സംരക്ഷണ ശൃംഖലയുടെ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂർ കോളേജിൽ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ വി ശിവദാസൻ നിർവഹിച്ചു. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി എരിപുരത്തെ ഓവുചാൽ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചത് യാത്രക്കാർക്ക് അപകടക്കിണിയാവുന്നു. ലക്ഷങ്ങളുടെ ആസ്തിയുള്ള വയോധിക ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട് മരണത്തോട് മല്ലടിക്കുന്നു. ചെറുതാഴം പഞ്ചായത്ത് വികസന സെമിനാർ പിലാത്തറയിൽ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.